ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാചകമുണ്ട്. നല്ലൊരു അടിപൊളി കറി ഞാൻ രാവിലെ വെച്ചു. അത് കൂടാതെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെര വെച്ചപ്പോൾ തൊട്ട് നമ്മൾക്ക് ഒരു കൊച്ചുപണിക്കൻ എന്ന് പറയുന്ന ഒരു പണിക്കനുണ്ടായിരുന്നു. ആ പണിക്കൻ നമ്മുടെ വീട് പണി പുള്ളിയുടെ ആയിരുന്നു. ഇങ്ങനെ ഓരോന്നും അവരൊക്കെ ഇങ്ങനെ അളന്നൊക്കെ അല്ലേ ആശാരിമാരിങ്ങനെ എന്താ അതിന് പറയേണ്ടത്, തടിയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആ ഒരു രീതിയിലും പിന്നെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരും. അപ്പം അമ്മയ്ക്ക് അന്ന് പറഞ്ഞു കൊടുത്ത കാര്യമൊക്കെയാണ് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, കടം വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ കാലം തൊട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അമ്മ അന്ന് തൊട്ടേ നമ്മുടെ അടുക്കളയിൽ ഇത് സൂക്ഷിച്ച് എപ്പോഴും വെക്കുന്നുണ്ട്. ഇടക്കാലത്തൊക്കെ ഞാൻ പുച്ഛിച്ച് ഞാൻ പറഞ്ഞു, ചുമ്മാ ഓരോന്ന് കാണിക്കുന്ന. അപ്പോഴും എന്നെ അമ്മ പറയുന്നത്, എന്നാടി കുഴപ്പം ഇപ്പോൾ ഉള്ളത്, നമ്മുടെ അവിടെ കൊച്ചൊരു വീട്ടിൽ നിന്നല്ലേ നമ്മൾ ഇത്രയായത്, എന്നിട്ട് എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ നീ പറയുന്നത്? ഞാൻ പറഞ്ഞു, ശരി എന്നാൽ ഞാനും ഇനിത്തോട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. കുറേ നാളായി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം എന്താണ് വീട്ടിൽ കടം കയറാതിരിക്കാൻ, കടമുള്ളത് പോവാന്, അങ്ങനെ ഐശ്വര്യമുണ്ടാകാന്, പോസിറ്റീവ് എനർജി വരാന്, എന്താണേലും ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് യാതൊരു കുഴപ്പമില്ല. അസുഖങ്ങൾ മാറും. നമുക്ക് വെച്ചടി കയറ്റം മാത്രമേ വരത്തുള്ളൂ എന്നും പറഞ്ഞ് വല്ലല്ലോ ഇതാകണം എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരു കോടീശ്വരനാകുമെന്നോ അങ്ങനല്ല. നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ തീരെ താഴോട്ട് പോവാതെ നല്ല രീതിയിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോകും. അത് 100% ഉറപ്പാണ്. നമ്മുടെ ഇതിൽ നിന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ കൂടുതൽ അന്ധവിശ്വാസത്തോട് ആരും പോകരുത് കേട്ടോ. അന്ധവിശ്വാസം ഒത്തിരി ആയാലും അത് കൊള്ളത്തില്ല. എനിക്ക് കൂടുതൽ അന്ധവിശ്വാസം പല കാര്യങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് എല്ലാവരും. പക്ഷെ അതിലോട്ടൊന്നും ഞാൻ പോവാറില്ല. ഞാൻ ഉള്ള കാര്യത്തിൽ, എനിക്ക് വിശ്വാസമുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് പണ്ട് പൂർവികന്മാർ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കാര്യമാണ് ഇത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇന്ന് രാവിലെ നമുക്ക് ചപ്പാത്തി ഗോബി മഞ്ചൂരി കറിയാണ്. അതിന് വേണ്ടിയിട്ട് സബോള അരിഞ്ഞ് 3 സബോള അരിഞ്ഞു, 2 പച്ചമുളക് ഇട്ടു അരിഞ്ഞു. പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം കേട്ടോ, അതെടുത്ത് നന്നായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് വഴറ്റുക കേട്ടോ. വഴറ്റി വരുമ്പം ബാക്കി പറയാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കി വെച്ചേക്കണം. സോസുകളെല്ലാം വെച്ചേക്കണം. സോസെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇത് മൈദാമാവി മുക്കി വെച്ചേക്കുവാണ്. നമുക്കിതിനെ വറുത്തെടുക്കണം. മുക്കിയല്ല, പുരട്ടി വെച്ചേക്കാണ്. ഇതിനെ വറുത്തെടുക്കണം. അപ്പം ഇത്രയൊക്കെ ഓക്കെ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന എൻ്റെ മഞ്ചൂരിയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്കിവനെ അങ്ങോട്ട് വറക്കാനിട്ടേക്കാം കേട്ടോ. കുറച്ച് വറക്കാനിടുക. അപ്പോൾ നമ്മൾ ഇത്രയും വഴണ്ടി വരുമ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പം നമുക്ക് ഇച്ചിരി സോയാ സോസ്, 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. പിന്നെ സെല്ലറി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് സെല്ലറിയും ഗില്ലറിയും ഒന്നുമില്ല, അതുകൊണ്ട് നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോയാ സോസ് ഇച്ചിരി കഴിയുമ്പം ഒഴിച്ച് കൊടുക്കുക. ഈ പാത്രത്തിൽ ഈ തവിയിട്ട് ഇളക്കരുതെന്നാണ്, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. ഇവിടെ ഇത് മുക്കാനിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ സോസ് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശകലം അറിയാമല്ലോ, നമുക്ക് ഏകദേശമൊക്കെ ഇതൊക്കെ വെച്ച് 1.5 സ്പൂണും 2 സ്പൂണും ഒക്കെ അറിയാമല്ലോ. ഉപ്പിപ്പോൾ ചേർക്കില്ല കേട്ടോ. സോസിന് ശകലം ഉപ്പിൻ്റെ ഇതുള്ളതുകൊണ്ട് നിങ്ങളാരും ഉപ്പ് ആദ്യം എടുത്ത് തേക്കരുത്, ഇടരുത് കേട്ടോ. സോയാ സോസ് ഒഴിച്ചു. അതിന് ശേഷം നല്ലതായിട്ട് വഴറ്റിയിട്ട് ഇതൊക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. നല്ലതായിട്ട് വഴഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. അത് ഇച്ചിരി ഇതിൽ ഏറെ വേണം കേട്ടോ.
ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് കാണാം. അപ്പം നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇതാ തീരെ ചെറിയ തീയിലിട്ട് എല്ലാം ചെയ്യാവുള്ളൂ കേട്ടോ. തന്നെ നോക്കിക്കേ, നല്ല ഇതായിട്ടായി. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഞാനിതിനകത്ത് ശകലം പിരിയൻ മുളക് പൊടി ആണ് ഇതിന് ചേർക്കുന്നത് കേട്ടോ. ഇത് വേറെ വെറൈറ്റിയാണ്. പിരിയൻ മുളക് പൊടി ചേർത്ത് കേട്ടെ. ഇതാ പിരിയൻ മുളക് പൊടി ശകലം, ഒരു 1.5 സ്പൂൺ പിരിയൻ മുളക് പൊടി ചേർത്തു. ഇനി നമ്മളിതിനകത്ത് നല്ല ഫ്ലേവർ, നല്ല ഒരു ടേസ്റ്റിന് വേണ്ടി ഇച്ചിരി കുരുമുളകും കൂടെ 3 സബോള എടുത്ത് എന്തുണ്ടെന്ന് നോക്കിക്കേ. കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൈ പിടിച്ചോണ്ട് ക്യാമറയും കൂടെ വെച്ചോണ്ടാണ്. കുരുമുളക് പൊടി ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ. എരിവ് വേണ്ടവർക്ക് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർക്കാം. കണ്ട. ഇനി നമുക്ക് ഇച്ചിരി ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇപ്പം ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നം കാണും കേട്ടോ. ഭയങ്കര മഴ, എല്ലായിടത്തും മഴയല്ലേ. ഇവിടെ ഈ വെട്ടം ഇട്ടിട്ടുണ്ട്, എന്നിട്ടും അങ്ങോട്ട് ഇതിനകത്തോട്ട് വരുന്നില്ല വെട്ടം. ഗ്രേവി വേണ്ടിയവർക്ക് ഇച്ചിരി കൂടെ വെള്ളം വേണ്ടിയവർക്ക് ഒഴിച്ച് കൊടുക്കാം. ചൂട് ഒഴിച്ച് കൊടുത്തോ കേട്ടോ. ചിലവർക്ക് ചാറായിട്ടിരിക്കുന്ന ഇഷ്ടം. ഈ അവസരത്തിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണേ. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ തിളക്കട്ടെ. തിളച്ചിട്ട് നമ്മുടെ ഇതിനെ കോളിഫ്ലവറിനെ മറിച്ചിടട്ടെ. ഗ്രേവി എല്ലാം തിളച്ചിനി നമുക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്കവനെ അങ്ങോട്ട് നല്ല മണവും. ഇങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ നമ്മൾ വെക്കും. ഗ്രേവിയിൽ ഇങ്ങനെ വെള്ളമൊന്നും അധികം ഇല്ലാതെ വെക്കാം. നമ്മൾ ഹോട്ടലിലൊക്കെ തരുമ്പോഴത്തേക്കും ഇങ്ങനെ തരത്തില്ലേ നമ്മൾ മേടിക്കുമ്പോൾ ഹോട്ടലിലെ. നമുക്ക് ചാറ് വേണ്ടിയവർക്ക് ചാറുണ്ടാക്കാം, എന്ത് വേണേലും ആക്കാം. ഇവിടെ ഇച്ചിരി ചാറ് വേണം, അതുകൊണ്ട് നമുക്ക് ഇച്ചിരിയും കൂടെ ഇവനിട്ടങ്ങോട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ എന്നാ വെച്ചാൽ തിളപ്പിച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. എൻ്റെ പരിപാടി അതാണ്. ഇച്ചിരി ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മളിച്ചിരി ചാറില്ലെങ്കിൽ പിന്നെ മുക്കി കഴിക്കണ്ടേ അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പം നമുക്ക് നിർത്തി വെക്കാം. നമ്മുടെ ഗോബി മഞ്ചൂരി റെഡി. ഇനി ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ഗോബി മഞ്ചൂരി ആൻഡ് ചപ്പാത്തി. പിന്നെ നമ്മൾ ശകലം എല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് കേട്ടോ. അതാണ് ലാസ്റ്റത്തെ പ്രയോഗം. അപ്പോൾ ഓക്കെ. അപ്പം നമ്മുടെ ജോലികൾ തുടങ്ങാൻ പോവാ. അമ്മ ഇന്ന് സീരിയലിന്റെ കഥയൊക്കെ ഇന്ന് പറയുന്നുണ്ട്. നമുക്ക് സീരിയലായിട്ടൊരു ബന്ധമില്ല. അമ്മ സീരിയൽ കാണുന്നുണ്ട്. അപ്പം അതൊക്കെ എന്നോട് പറയും. നമുക്കല്ലേ ഇൻട്രസ്റ്റ് ഉണ്ടോ. അവിടെ ഇരുന്ന് എന്തൊക്കെയോ ആരാണ്ടോ മരിച്ചു എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് കാണുന്നവർക്കല്ലേ അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് വരുള്ളൂ. നമ്മൾ കാണുന്നൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ജോലി ഇതൊക്കെ തന്നെ. നമുക്ക് രാവിലെ ഞാൻ ഇപ്പൊ കുളിച്ചേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഇവിടെ ഭയങ്കര വെള്ളപ്പൊക്കം കേട്ടോ. വെള്ളം നിലത്തേലും ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. അപ്പം ചേട്ടനൊക്കെ ഇന്നലെ ഞാൻ ഷോർട്ട് ഇട്ടില്ലായിരുന്നോ. അപ്പൊ അവര് പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു. മറ്റേ കുറച്ച് ചിക്കനൊക്കെ മേടിച്ചു വെച്ചു കേട്ടോ. അപ്പൊ പിള്ളേർക്കൊക്കെ ആവുമല്ലോ, ചേട്ടനൊക്കെ ആവുമല്ലോ. ചിക്കൻ കറിയൊക്കെ വെച്ച് വെച്ചാ അതിൽ നിന്ന് ഞാൻ കഷ്ണങ്ങൾ നോക്കി മാറ്റി ഫ്രീസറിലോട്ടങ്ങ് വെച്ചാ വറക്കാനൊക്കെ എന്നും ഇപ്പൊ തീർക്കാൻ പറ്റുമോ? വെള്ളപ്പൊക്കത്തിൽ എന്നും നടക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടേ.
പിന്നെ ഒരു പുളിശ്ശേരി, നമ്മുടെ ചെനച്ച കപ്പളങ്ങ ഇട്ടൊരു പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചേ. പുളിശ്ശേരി പുല്ലനെ എടുത്ത് മാറ്റി പാത്തു വെച്ചു. എല്ലാം തീർക്കാൻ പറ്റത്തില്ല, ഓരോ ദിവസവും വേണ്ടേ. ഇവിടുത്തെ മൂത്തതിനെ കൊണ്ടാണ് മീനൊന്നും ഇല്ലെങ്കിൽ അവന് ഭയങ്കര പാടാ. പിന്നെ കുറെ മുട്ടയും ഒക്കെ മേടിച്ചു വെച്ചു. ചേട്ടനും എൻ്റെ കൂട്ടുകാരുടെ ഹസ്ബൻഡായിരുന്നു ഷോർട്ടി കാണിച്ചേട്ടോ. എയർഫോഴ്സ് ആയിരുന്നു ഹസ്ബൻഡ്, പുള്ളി അവളുടെ ഹസ്ബൻഡ്. ഇപ്പം സെയിൽ ടാക്സ് ആണ്. അത് കഴിഞ്ഞിട്ട് സെയിൽ ടാക്സിലാണ്. അവർ രണ്ടുപേരും ചുങ്കത്ത്, നമ്മുടെ ചുങ്കയില്ലേ അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു. കൂട്ടുണ്ടല്ലോ, രണ്ടുപേരുടെ അങ്ങ് പോയി മേടിച്ചോണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട്ടിൽ സാധനങ്ങളായി. അതുകൊണ്ട് ഇനിയിപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? പത്തനംതിട്ടയൊക്കെ ഭയങ്കര മഴയായിരിക്കും അല്ലേ? എല്ലായിടത്തും മഴ, പത്തനംതിട്ട തന്നെയല്ല മൊത്തം മഴയാണ്. ഓ എന്റെ പൊന്നെ, 2018 ആവോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും, 2018 ആവോന്ന്. അപ്പൊ നമുക്കിതെല്ലാം അരിഞ്ഞ് ഒക്കെ കാണാം. നമ്മുടെ ചിക്കൻ കറി എപ്പോഴും വെക്കുന്ന കേട്ടോ. അപ്പൊ നമുക്ക് ആ കാണാവേ. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയും കൂടെ ഓക്കെ ആയാൽ മതി. അപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ചിക്കൻ ഞാൻ കാണിച്ചല്ലോ, ചിക്കൻ വെച്ചു, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചു, പുളിശ്ശേരിയും വെച്ചു. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു അടിപൊളി കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം എല്ലാവരും ഇത് നല്ലതായിട്ട് കേൾക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ഇത് പറയുന്ന ഈ മറ്റേ ഇവരുണ്ടല്ലോ പണിക്കന്മാർ, ഈ നമ്മുടെ വീടൊക്കെ പണിയുന്ന ആൾക്കാരുണ്ടല്ലോ, ആശാരിമാർ, അവരൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് യൂട്യൂബിലും ഇപ്പോൾ കാണുന്നുണ്ട്. എനിക്കിത് പണ്ടേ നമുക്കിത് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നമ്മളത് ചെയ്ത് ഇരിക്കുന്നതുമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം. കാരണം ഇത് ഞങ്ങളുടെ വീടൊക്കെ വെച്ച ഒരു പണിക്കനുണ്ട്. കൊച്ചു പണിക്കൻ എന്നായിരുന്നു പേര്. കൊച്ചു പണിക്കൻ മരിച്ചിട്ട് ഇപ്പൊ കുറേ വർഷമായി കേട്ടോ. ആ കൊച്ചു പണിക്കന് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അന്ന് തൊട്ട് എൻ്റെ അമ്മ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഇടക്കാലത്തൊക്കെ ഇത് മുടക്കി. പിന്നെ ഇപ്പൊ കുറേ നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്തപ്പോഴത്തേക്കൊണ്ടേ അത് തന്നെ ഒരെണ്ണം കിടക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അയ്യോ ഇത് സത്യമായ കാര്യമാണല്ലോ. സത്യമായ കാര്യമല്ലേ നമ്മൾ പറയുന്നത്. ഞാൻ യൂട്യൂബിൽ ചിലതൊക്കെ കണ്ടിട്ട് ചെയ്യണം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ കാലം തൊട്ടേ അമ്മ കൊച്ചുപണിക്കൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമായിരുന്നു. അവർക്കൊക്കെ നല്ല ഇതല്ലേ, നമ്മുടെ വീടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചുപണിക്കൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ടിപ്സ്, അതായത് അന്നത്തെ ഓരോ കാര്യങ്ങൾ, അവർക്കൊക്കെ ഭയങ്കര ഐതിഹ്യങ്ങൾ, ഐതിഹ്യമല്ലല്ലോ, കുറേ ഇത് കൂടുതലാണല്ലോ അന്നത്തെ കാലത്തൊക്കെ. അപ്പൊ ഇന്നത്തെ കാലത്ത് എനിക്കൊന്നും ഇത്ര വലിയ വിശ്വാസങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് അതൊക്കെ ഒരു നിമിത്തമാണ്. കാരണം അതൊക്കെ അങ്ങനെയൊക്കെ അമ്മയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ന് വരെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ അമ്മയെ ഞാൻ കളിയാക്കുമായിരുന്നേ. അപ്പൊ അമ്മ പറഞ്ഞു, നീ കളിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു, ശരിയാ, അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അമ്മയൊക്കെ ഇത്രയും ചെയ്തതല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഇതിനകത്തും ഇതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഞങ്ങളുടെ അമ്മ പറഞ്ഞു തന്ന രീതി, ഞാൻ ചെയ്ത രീതി കേട്ടോ. അമ്മ പറഞ്ഞു തന്നാലും ഞാൻ ചെയ്ത രീതിയൊക്കെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഈ കൊച്ചുപണിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എല്ലാം നോക്കുന്ന നമ്മുടെ വീടിന്റെ ദർശനം, ഇപ്പൊ കല്ല് എവിടെ ഇടണം, അലക്കുകല്ല് എവിടെ ഇടണം, അങ്ങനെ കുറേ ദർശനങ്ങൾ ഭയങ്കര കുറെ കൂടുതലാട്ടോ. നമുക്ക് ഒത്തിരി ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒത്തിരി ഒന്നും ഇഷ്ടമില്ല. പക്ഷെ ഇത് നമുക്ക് ആർക്കും ദോഷം ചെയ്യുന്നല്ല, നല്ലൊരു ഐശ്വര്യം ഉണ്ടാകുന്ന, നമുക്ക് കടങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടമൊക്കെ വീട്ടാനും വീടിന് ഐശ്വര്യം വരാനും, നമ്മൾ എന്തെങ്കിലും ആഗ്രഹം നമുക്ക് സാധിക്കണമെങ്കിൽ അതൊക്കെ ആലോചിച്ച് ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് നടക്കും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പി പാത്രയില്ലേ, കുപ്പിയുടെ ഇത്രയുള്ള കുപ്പി എന്നാ അതിന് പറയുന്നത്, കുപ്പിയില്ലേ, ചില്ലുകുപ്പി, അത് കുറച്ച് പൊക്കമായാലും കുഴപ്പമില്ല, കുറച്ചേറെ ഇതിടണം എന്നേ. അപ്പൊ ഒരു ചില്ലുകുപ്പി, നല്ല അടപ്പുള്ള ഒരു ചില്ലുകുപ്പി നമുക്ക് ആവശ്യമാണ്. ഞാനിവിടെ ബൂസ്റ്റിന്റെ കുപ്പി എടുത്തേക്കുന്നത് കേട്ടോ. അതിനകത്താണ് വെച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ ആരെയും കാണിക്കരുതെന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളവർ കാണാം, മറ്റുള്ളവരിത് കാണണ്ട, അവരെ ഒന്ന് കാണിക്കണ്ട, ഇങ്ങനെ ചെയ്തെന്നുള്ളത് അറിയണ്ട. എന്താ ഐശ്വര്യം ഉണ്ടാവാനും കടം വരാതിരിക്കാനും ഉള്ള കടങ്ങൾ വീട് തന്നെ എന്താണേലും പോസിറ്റീവ് എനർജി ഐശ്വര്യം എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ.
നമുക്ക് ഇതുവരെ ഒരു ദോഷമൊന്നും ഉണ്ടായിക്കൊണ്ടില്ല എന്നും പറഞ്ഞ് ഭയങ്കര പണം കിട്ടാനോ അങ്ങനെയുള്ള ഒന്നുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് എന്തൊക്കെ നടത്താല്ലേ, അങ്ങനെ പണം കിട്ടാനാണെന്നുണ്ടെങ്കിൽ അതൊന്നുമല്ല. അപ്പൊ ഈ ചുല്ലി കുപ്പി എടുത്തിട്ട് നിങ്ങള് നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, കല്ലുപ്പിനെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാത്തിനും ബെസ്റ്റ് സാധനമല്ലേ കല്ലുപ്പെന്ന് പറയുന്നത്. അതായത് പോസിറ്റീവ് എനർജി കിട്ടാനുള്ള. ഇപ്പൊ കല്ലുപ്പ് വെച്ച് നമുക്കില്ലേ, നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിൽ വരെ ഇച്ചിരി കല്ലുപ്പ് ഇട്ടിട്ട് കുളിക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, നല്ല എനർജിയാണ് നമുക്ക് കുളി കഴിയുമ്പോൾ. ഞാൻ എന്നും കല്ലുപ്പ് ഇട്ടിട്ടാണ് കുളിക്കുന്നത്. പിന്നെ ഇത് മറ്റേ ഇതല്ലേ ഉണ്ടല്ലോ, എന്നാ അതിന്റെ പേര്, നമ്മുടെ ഭഗവാന് അതിന്റെ പൂ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമ്മൾ, അതിന്റെ പേരെന്നായിരുന്നു, ആ ഇല ഞാൻ പറിച്ചുകൊണ്ട് വന്ന് അതും ഇട്ട്, ദേഹം വേനയൊക്കെ ഉള്ളപ്പോൾ അതും ഇട്ട് കുളിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ അടിപൊളി സാധനമാണ്. അതിന്റെ പേര് ഞാൻ വിട്ടു. പിന്നെ പറയാം, പേര് ഓർക്കുമ്പം പറയാം. പിന്നെ അപ്പൊ കല്ലുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഗുണമുള്ള സാധനമാണ്. ഈ നമ്മൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ തന്നെ ഒരു സമയം തിരഞ്ഞെടുത്തോ, ഏത് സമയം എന്നൊന്നുമില്ല, കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് എടുക്കരുത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച കവറിനകത്ത് ഒറ്റ ഒരു കവറായിട്ടുള്ള കല്ലുപ്പ് മേടിച്ചിട്ട് ഈ കല്ലുപ്പിന്റെ ഇത് പൊട്ടിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിന്നോണ്ട് നമ്മൾ ഈ കല്ലുപ്പ് പൊട്ടിച്ചിട്ട് ഒരു കയ്യിലോട്ട് നമ്മൾ പ്രാർത്ഥിച്ചോണ്ട് വേണം ചെയ്യാൻ. എന്താ നിങ്ങൾക്ക് ആഗ്രഹം വേണ്ടിയെന്ന് വെച്ചാൽ, നടക്കണ്ടേന്ന് വെച്ചാൽ ആ ആഗ്രഹം ഓർത്തോണ്ട് പ്രാർത്ഥിച്ചോണ്ട് കൈ നിറച്ച് കല്ലുപ്പെടുത്തിട്ട് ഈ കുപ്പിയിലോട്ട് നമുക്കിടുക. അതിന്റെ ഏകദേശം പകുതി വരെ നിൽക്കണം. കുപ്പിയുടെ എത്ര വലിയ കുപ്പി ആയിക്കോട്ടെ, അതിന്റെ പകുതി വരെ നമ്മൾ കല്ലുപ്പിടണം. ഇട്ടതിന് ശേഷം അതങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഈ കുപ്പിക്കകത്ത് വയമ്പുണ്ടല്ലോ, വയമ്പ് എല്ലാവർക്കും അറിയാലോ. തേനും വയമ്പും നാവിൽ തൂകും ഗാനം പാടി, അതറിയാലോ വയമ്പ്. ആ വയമ്പ് ഇത്രയും കഷ്ണമായിട്ട് നമുക്ക് കിട്ടും. എവിടെ? അങ്ങാടിക്കടയിൽ കിട്ടും. ഞാൻ മേടിച്ച അങ്ങാടിക്കടയിൽ നിന്ന്. അപ്പൊ ഇത്രയുള്ള കഷ്ണം, ഒരു കഷ്ണം എടുത്തിട്ട് ഈ കല്ലുപ്പിനകത്തോട്ട് കുത്തി നിർത്തണം. ഈ വയമ്പിനെ ഒരു കഷ്ണം മതി. അതും നല്ല പ്രാർത്ഥനയോടുകൂടി, എന്താണോ നിങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയോടുകൂടി. നമ്മൾ എന്താ കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ഒരാപത്തും ഒരു അസുഖങ്ങളും നമ്മൾ തീരെ താഴോട്ട് പോവാതെ നമ്മൾ ഇതേ ലെവലിൽ പോവാനും, അല്ലാണ്ട് ഒത്തിരി അത്യാഗ്രഹമൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട, നമുക്ക് കടങ്ങളൊന്നും വരുത്തരുതേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം ഈ വയമ്പിനെയും കുത്തി ഈ കുപ്പിയിലോട്ട്, ഈ കല്ലുപ്പിന്റെ അകത്തോട്ട് തന്നെ കുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുക. പിന്നെ ഒരു സാധനം വേണ്ടത്, വീട്ടിൽ ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് മഞ്ഞളിന്റെ കഷ്ണം, ഉണക്ക മഞ്ഞൾ കേട്ടോ. ഇത്രയുള്ള ഒരു ഉണക്ക മഞ്ഞളും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലോട്ട് കുത്തി ഇറക്കുക. അപ്പം അത്രയും എടുത്തു വെച്ചല്ലോ. വെച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പും കൂടെ എടുത്ത് ഇതിന്റെ മേളിലോട്ട് ഇടുക. കല്ലുപ്പ് ഏറ്റവും ഐശ്വര്യത്തിന്റെ ഉദാഹരണം കേട്ടോ. കല്ലുപ്പെന്ന് പറയുന്നത് ആരും പുച്ഛിക്കരുത്. ഇത് നിറച്ച് ബാക്കി കൂടെ ഭാഗത്തോട്ട് ഇടുക. നമ്മുടെ കുപ്പിയുടെ അടപ്പ് ടൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പൂജാമുറി വെക്കാം. ഞാൻ അടുക്കളയിൽ വെച്ചേക്കുന്ന കേട്ടോ. അടുക്കളയിൽ വെക്കുക. ആരും കാണാത്തൊരു സ്ഥലത്ത് അടുക്കളയിൽ വെക്കുക. അടുക്കളയിൽ വെച്ചാൽ മതി. അവിടെ കൊണ്ട് സൂക്ഷിച്ച് വെക്കുക. വെച്ചതിന് ശേഷം അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ചില ദിവസങ്ങളിൽ നിങ്ങൾ ചൊവ്വയും വെള്ളി ഒഴിച്ച് ചില ദിവസങ്ങളിൽ എന്താ ഇതിനകത്ത് പറയുന്നുണ്ട്, വീഡിയോയിൽ പറയുന്നത്, അതിനകത്തുനിന്ന് ശകലം എടുത്തിട്ട് നമ്മൾ ഉഴിഞ്ഞിട്ട് പിന്നെ വാഷ് ബേസിൻ്റെ അങ്ങോട്ട് കൈ ഇങ്ങനെ കാണിച്ചാൽ അത് അലിഞ്ഞങ്ങനെ പോകുന്നു. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു തന്നതിനകത്ത് അമ്മയും അതിനകത്ത് അതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു സൂക്ഷിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ കേട്ടോ. അത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ വീട്ടില് പോസിറ്റീവ് എനർജി വരാനും ഇതിനൊക്കെ കടങ്ങളൊന്നും കയറി വരത്തില്ല. അപ്പൊ ആരെങ്കിലും നമ്മുടെ ഇന്ന് കടം മേടിച്ചു, അത് തിരിച്ചു തരും നമുക്ക്. അങ്ങനെയുള്ള ഇതൊക്കെ കിട്ടും നമുക്ക്. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് നിങ്ങൾ. അതിനാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ ഈ സാധനങ്ങൾ, കല്ലുപ്പെന്ന് പറയുന്ന സാധനം ആർക്കും കടം കൊടുക്കരുത്. ഈ കല്ലുപ്പ് നമ്മൾ ഒരിക്കലും തീരാനും അനുവദിക്കരുത്. തീരുന്നതിന് മുമ്പായിട്ട് ഒരു പാക്കറ്റ് മേടിച്ചു വെച്ചോണം. പൊടിയുപ്പല്ല ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. മേടിച്ചു വെച്ചോണം. ആർക്കും കടവും കല്ലുപ്പ് കൊടുക്കരുത്. പിന്നെ വീട്ടിൽ തീരാതിരിക്കേണ്ട ഒരു സാധനമുണ്ട്, മഞ്ഞള്. മഞ്ഞളും നമുക്ക് തീരാനിരിക്കരുത്. അത് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണണം കേട്ടല്ലോ. പിന്നെ ഒരു സാധനം കടുക്. കടുകും തീരരുത്. തീരാതെ എപ്പോഴും നമ്മുടെ കയ്യില് സ്റ്റോക്ക് വേണം കേട്ടല്ലോ. മഞ്ഞളും കല്ലുപ്പ്, കടുക്, ഇതൊക്കെ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ആവശ്യമാണ്. ഒരിക്കലും തീരരുത്. ആർക്കും കടവും കൊടുക്കരുത്.
കല്ലുപ്പൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ കടയിൽ നിന്നൊക്കെ നമ്മൾ ചില പറ്റ് വാങ്ങിക്കുന്നവരുണ്ടല്ലോ കടയിൽ നിന്ന്. അപ്പൊ പറ്റൊക്കെ വാങ്ങിക്കുന്ന ഒരു കല്ലുപ്പിനെ മാത്രം പൈസ കൊടുത്തങ്ങ് മേടിച്ചോണം കേട്ടോ. അങ്ങനെ മേടിക്കരുതെന്നാ പറയുന്നത് കടവായിട്ട്. അത്ര ലക്ഷ്മി ദേവിയാണ് കല്ലുപ്പും മഞ്ഞളും ഒക്കെ കേട്ടോ. അതിനാണ് ഈ ലക്ഷ്മി ദേവിയാ നമ്മൾ ഇതാക്കി നമ്മളെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീട്ടില് വെച്ചേക്കുന്നത്. ലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുമെന്നുള്ളതാണ് അതിന്റെ ഐതിഹ്യം എന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ അമ്മ. അല്ലാണ്ട് എനിക്ക് കൂടുതൽ വിവരം അറിയത്തില്ല. അപ്പം ഇതാണ് ഇന്നത്തെ ഒരു പ്രത്യേക വീഡിയോ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കേ. ഞങ്ങൾ എത്ര നാളുകളായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നറിയാമോ? എൻ്റെ അമ്മ തൊട്ട് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങളൊരു കൊച്ചു വീട്ടിൽ നിന്നല്ലേ ഇത്ര ആയത്. അപ്പം അവിടുന്ന് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇവിടുത്തെ പണിക്കനാണ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. പണിക്കൻ മീൻസ് നമ്മുടെ കൊച്ചു പണിക്കൻ. പുള്ളിയുടെ പേരാ കൊച്ചു പണിക്കെന്ന്. പുള്ളി ഒരു അന്ന് തന്നെ 80 വയസ്സെങ്ങാണ്ടുണ്ടായിരുന്നു ഇവിടെ വീട് പണിതുകൊണ്ടിരുന്ന സമയം. അപ്പൊ അവരൊക്കെ ഈ ഇതൊക്കെ നോക്കത്തില്ല, ഉത്തരമൊക്കെ കറക്റ്റ് ആണോ അങ്ങനെയുള്ള ഒരാള് അന്ന് പറഞ്ഞു കൊടുത്താൽ ഞാൻ ഈ വീട് വെക്കുമ്പം നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ ഐശ്വര്യം ഏറി വരും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള. അപ്പൊ അത് ഇന്നത്തെ കാലത്തുള്ള നമ്മുടെ ഇതിനകത്തും നമ്മുടെ നല്ല ജ്യോതിഷന്മാര് ഇവരൊക്കെ നമ്മുടെ ഇതിനകത്തും പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബ് എടുത്ത് നമ്മളെല്ലാം സെർച്ച് ചെയ്യുമല്ലോ ഓരോരുത്തരെ, അതിനകത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടിപൊളി സാധനം കേട്ടോ ഇത്. നിങ്ങളെല്ലാം ചെയ്തോ, നമുക്ക് പോസിറ്റീവ് എനർജി തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കേ ഉള്ളൂ. നല്ലതായിട്ട് വെള്ളമൊക്കെ കയറി കിടപ്പുണ്ട് കേട്ടോ. ഇന്ന് കാണിച്ചില്ലല്ലേ, ഷോർട്ടിനകത്ത് എടുക്കാവേ. അപ്പൊ ഷോർട്ടിൽ കണ്ടോടാം, വൈകിട്ടത്തെ രാത്രി ഷോർട്ട് ഇടുവേ, അപ്പൊ കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ചില കാര്യങ്ങൾ നമ്മൾ പുച്ഛിക്കരുത്, കൂടുതൽ അന്ധവിശ്വാസവും ആകരുത് കേട്ടോ. ഞാനുള്ള കാര്യം പറയാണ്. അപ്പൊ പുതിയ വീഡിയോയിലിരുന്നായിട്ട് നാളെ തന്നെ കാണാം. ടാറ്റാ.